6-ാം നൂറ്റാണ്ടിൽ ചാലൂക്യ രാജവംശം നിർമ്മിച്ച ഈ ഗുഹാക്ഷേത്രങ്ങൾ ഒരു സാധാരണ വിനോദസഞ്ചാര കേന്ദ്രമല്ല. അത് കാലത്തെ തിരിച്ചുകൊണ്ടുപോകുന്ന ഒരു അനുഭവമാണ്. ചുവന്ന മണൽപ്പാറകൾ, ശില്പകലയുടെ അത്ഭുതങ്ങൾ, ശാന്തമായ തടാകം, അങ്ങനെ ആശ്ചര്യപ്പെടുത്തുന്ന കാഴ്ചകളേറെ. സൗത്ത് ഇന്ത്യയിലായിരുന്നിട്ട് പോലും നമ്മൾ മലയാളികൾ അധികം ആരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്തൊരു സ്ഥലം, പലരും പേര് പോലും കേട്ടിട്ടില്ലാത്തൊരു സ്ഥലം. ഇനിയും കണ്ടില്ലെങ്കിൽ നഷ്ടം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. ഇതാണ് കർണാടകയിലെ ബാഗൽകോട്ട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ബാദാമി. ബാദാമിയിലേക്ക് കേരളത്തിൽ നിന്നും നേരിട്ട് ട്രെയിൻ സർവീസുകളില്ല. ബാംഗ്ലൂരിൽ നിന്നോ അല്ലെങ്കിൽ മാംഗ്ലൂരിൽ നിന്നോ ഡയറക്റ്റ് ട്രെയിൻ കിട്ടും. മാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എല്ലാ ദിവസവും വൈകുന്നേരം 4:45 പുറപ്പെടുന്ന ട്രെയിൻ നമ്പർ 17378 മാംഗ്ലൂർ സെൻട്രലിൽ നിന്നും പുറപ്പെട്ട് വിജയപുര വരെ പോകുന്ന വിജയപുര എക്സ്പ്രസ് എന്ന ഒരൊറ്റ ട്രെയിൻ മാത്രമേ ഉള്ളൂ. അതല്ല, ബാംഗ്ലൂരിൽ നിന്നാണെങ്കിൽ എല്ലാ ദിവസവും വൈകിട്ട് 6:30 പുറപ്പെടുന്ന ട്രെയിൻ നമ്പർ 16535 ഗോൾ ഗുംബസ് എക്സ്പ്രസും രാത്രി 9:30 പുറപ്പെടുന്ന ട്രെയിൻ നമ്പർ 16547 യശ്വന്ത്പൂർ വിജയപുര വരെ പോകുന്ന വിജയപുര എക്സ്പ്രസും, അങ്ങനെ 2 ട്രെയിനുകളുണ്ട്. ഈ 2 ട്രെയിനുകളും അതുപോലെ മാംഗ്ലൂരിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിനും എല്ലാം രാവിലെയാണ് ബാദാമിയിൽ എത്തുന്നത്. അങ്ങനെ ഞാനിപ്പോൾ ബാദാമി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം 4:45 മംഗലാപുരത്ത് കയറിയതാണ്. ഇന്നിപ്പോൾ സമയം ഏകദേശം 9 മണിയായി. ബാദാമി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ബാദാമി വന്നു കഴിഞ്ഞാൽ ബാദാമിയിൽ കാണാൻ ഏറ്റവും സുഖമുള്ള സമയം എന്ന് പറയുന്നത് ശരിക്കും ഉച്ചയ്ക്ക് ശേഷമാണ്. ഒരു വൈകുന്നേരമല്ല, രാവിലെ ബാദാമി പോയി കഴിഞ്ഞാൽ നല്ല വെയിലായിരിക്കും. ബാദാമിയിൽ നമുക്ക് ബാദാമി മാത്രമല്ല കാണാനുള്ളത്, പട്ടടക്കലുണ്ട്, ഐഹോളുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നേരെ വന്നിട്ടില്ല പട്ടടക്കലാണ്. അപ്പോൾ പട്ടടക്കലിൽ നിന്ന് വന്നിട്ട് പട്ടടക്കലത്തെല്ലാം കണ്ട് ഐഹോളിലും പോയി അതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം ബാദാമി പോകാനാണ് പ്ലാൻ. കാര്യം കുറച്ചുകൂടി നല്ലതെന്ന് തോന്നി. ഇപ്പം ഞാനില്ലത് പട്ടടക്കലാണ്. പട്ടടക്കലത്തെ കുറച്ച് ഡീറ്റെയിൽസും കുറച്ച് കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ബാദാമിയിൽ നിന്നും 22 കിലോമീറ്ററാണ് പട്ടടക്കലിലേക്കുള്ള ദൂരം. ബാദാമി റെയിൽവേ സ്റ്റേഷന്റെ മുന്നിൽ വെച്ചോ അല്ലെങ്കിൽ ബാദാമി ബസ് സ്റ്റാൻഡിൽ നിന്നോ നമുക്ക് ലോക്കൽ ബസ് സർവീസുകൾ അവൈലബിൾ ആണ്. 33 രൂപയാണ് ബാദാമി ബസ് സ്റ്റാൻഡിൽ നിന്നും പട്ടടക്കലിലേക്കുള്ള ബസിന്റെ ചാർജ്. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ പൈതൃക കേന്ദ്രങ്ങളിൽ ഒന്നാണ് പട്ടടക്കൽ. ചാലൂക്യ രാജവംശത്തിന്റെ കാലത്താണ് ഇതിന്റെ നിർമ്മാണം. ഇവിടെയുള്ള ക്ഷേത്ര സമുച്ചയങ്ങൾ ഉത്തരേന്ത്യൻ ശൈലിയും ദക്ഷിണേന്ത്യൻ ശൈലിയും കൂടെ മിക്സ് ചെയ്ത നിർമ്മാണങ്ങളാണ്. പട്ടടക്കിലെ ഓരോ കൊത്തുപണികളും കാണുമ്പോഴും ഇതെങ്ങനെ നിർമ്മിച്ചിരിക്കാമെന്ന അത്ഭുതമായിരുന്നു മനസ്സിൽ. ചാലൂക്യ രാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങുകൾ നടന്നിരുന്ന സ്ഥലമായിരുന്നു ഇതെന്നാണ് ചരിത്രം. പട്ടടക്കൽ എന്നാൽ കിരീടധാരണ കല്ലുകളുടെ നഗരം എന്നാണ് അർത്ഥം. ഇവിടുത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം പട്ടടക്കലിന്റെ മെയിൻ ഗേറ്റിന് മുന്നിൽ നിന്ന് തന്നെ ബാദാമി ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ് നമുക്ക് കിട്ടുന്നതാണ്. ബസ് കയറി ബാദാമി സ്റ്റാൻഡിൽ എത്തിയാൽ ബാദാമി സ്റ്റാൻഡിൽ നിന്നും കഷ്ടിച്ച് 1 കിലോമീറ്റർ മാത്രമേ ബാദാമി കേവ് ടെമ്പിളിലേക്ക് പോകാനുള്ളൂ. അതുകൊണ്ട് നടന്നു തന്നെ നമുക്ക് ബസ് സ്റ്റാൻഡിൽ നിന്നും ബാദാമി കേവിലേക്ക് പോകാൻ പറ്റുന്നതാണ്. ഈ കാണുന്ന ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും 25 രൂപയുടെ ടിക്കറ്റ് എടുത്തതിന് ശേഷം ഇതുവഴി വേണം നമുക്ക് പ്രശസ്തമായ ബാദാമി ഗുഹാക്ഷേത്രങ്ങളിലേക്ക് നടന്നു കയറാൻ. പടവുകൾ കയറി ഗുഹാക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് കാണുന്ന കാഴ്ചകളൊക്കെയും അത്ഭുതങ്ങളാണ്. 1500-2000 വർഷങ്ങൾക്കൊക്കെ മുന്നേ ഇന്നത്തെ കാലത്തുള്ള ഒരു സാങ്കേതിക വിദ്യകളും ഇല്ലാതെ ഇതൊക്കെ മനുഷ്യർ നിർമ്മിച്ചതാണെന്ന സത്യം ശരിക്കും നമ്മളെ ആശ്ചര്യപ്പെടുത്തും. ഇന്നത്തെ കാലത്ത് ഇനി എത്ര സാങ്കേതിക വിദ്യകൾ ഉണ്ടെങ്കിലും മനുഷ്യർക്ക് ഇതുപോലൊരു നിർമ്മിതി അസാധ്യമെന്ന് തന്നെ പറയാം. ഇത്രയും വർഷത്തിലേറെ പഴക്കമുള്ള കോട്ടയും ക്ഷേത്രങ്ങളും സംരക്ഷിക്കാൻ പുരാവസ്തു വകുപ്പിന്റെ ജോലിക്കാർ രാവും പകലും കാവലിരിക്കുന്നു. തൂത്തുവാരി തുടച്ച് വൃത്തിയാക്കുന്നതിനാൽ ഗുഹാക്ഷേത്രങ്ങൾ എപ്പോഴും വൃത്തിയായി തന്നെ നിൽക്കുന്നു. 4 ശിലാക്ഷേത്രങ്ങളാണ് ബാദാമിയിലുള്ളത്. ചെങ്കൽപ്പാറ തുരന്നെടുത്തുണ്ടാക്കിയ ഗുഹകളാണ് ഇവയെല്ലാം. ബുദ്ധപ്രതിമ സ്ഥാപിച്ച ഒരു ഗുഹയും ഇതിനോടൊപ്പം ഉണ്ടെങ്കിലും പ്രാർത്ഥനാ മണ്ഡപം ഇല്ലാത്തതിനാൽ ഇതിനെ ക്ഷേത്രമായി ഉൾപ്പെടുത്തിയിട്ടില്ല.
വലിയ പാറ തുരന്ന് ചെങ്കല്ലിനെ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് മുറികളും ഇടനാഴികളും നിർമ്മിച്ചു. 10 അടി ഉയരത്തിൽ കൊത്തിയെടുത്ത ഗുഹയ്ക്ക് താങ്ങായി കരിങ്കൽ തൂണുകൾ നാട്ടി. അങ്ങനെ അത്ഭുത നിർമ്മിതികളും കൊത്തുപണികളും ഏറെയാണ് ബാദാമി കേവ് ടെമ്പിളിൽ കാണാനുള്ളത്. ഈ ബാദാമിയെല്ലാം വരാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ നമ്മൾ ബാദാമി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ നമുക്ക് ലോക്കലി ട്രാവൽ ചെയ്യാനുള്ള എല്ലാ സിസ്റ്റവും ഇവിടെയുണ്ട്. ഷെയർ ഓട്ടോസ് ഉണ്ട്, ബസ് ഉണ്ട്, എല്ലാ സ്ഥലത്തേക്കും ബസ് സർവീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വെറുതെ സ്പെഷ്യലായിട്ട് ഓട്ടോ ആക്കിയാൽ 300-350 അതിന് ചാർജ് വരുന്നത്. അപ്പോൾ വെറുതെ അതിന് പോയി തല വെച്ച് കൊടുക്കാൻ പാടില്ല. പിന്നെ ഇവിടെ എൻട്രൻസിൽ ടിക്കറ്റ് എടുക്കുന്നതൊക്കെ കയറിയാലും അവർ ഗൈഡാണ്, ഓട്ടോ ഉണ്ട് എന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ നിങ്ങളെ അപ്രോച്ച് ചെയ്യും. അപ്പോൾ അതൊന്നും എടുക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് നടന്ന് കാണാനുള്ള ദൂരം മാത്രമേ ഈ ബാദാമി കേവ്സ് ആയാലും ടെമ്പിൾസ് ആയാലും ബാക്കി ലേക്കിലേക്കില്ല എല്ലാം നടന്ന് കാണാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓട്ടോ എല്ലാം സ്പെഷ്യൽ ആകുന്നത് 300-350 രൂപയെല്ലാം അവർ ചാർജ് ചെയ്യുന്നുണ്ട്. അത് വെറുതെ ആണ്. പിന്നെ നിങ്ങൾക്ക് അത്രയും നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അവർക്ക് പൈസ കൊടുത്തിട്ട് നിങ്ങൾ പോകേണ്ട കാര്യമില്ലൂ. അപ്പോൾ അതൊരു റിമൈൻഡറായിട്ട് എപ്പോൾ എടുക്കുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്ന സമയത്ത് എൻ്റെ അടുത്ത് അങ്ങനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് ഓട്ടോ. അപ്പോൾ അവരുടെ ചാർജ് വെച്ച് 300. പക്ഷെ ഞാനെല്ലാം നടന്ന് കാണില്ല. ഞാൻ ഉച്ചയ്ക്ക് വന്നിട്ട് കംപ്ലീറ്റ് സ്ഥലവും നടന്നിട്ട് തന്നെ കണ്ടു. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ ഫുഡ് കഴിക്കാനായാലും ഇവിടെ അത്യാവശ്യം വെജിറ്റേറിയൻ ആയാലും നോൺ വെജ് ആയാലും നല്ല ഫുഡ് കിട്ടുന്നുണ്ട്. പിന്നെ സ്റ്റേ ഓപ്ഷൻസ് ഇവിടെ വളരെ ലിമിറ്റഡ് ആണ്, നല്ല റേറ്റിലായിരിക്കും. പിന്നെ സ്റ്റേ ചെയ്ത് കാണാനുള്ള കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് കവർ ചെയ്തിട്ട് തിരിച്ചു പോകാവുന്ന കാര്യങ്ങളെ നിലവിൽ ബാദാമിയിലില്ലു. ബാദാമി കാഴ്ചകളിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സ്പോട്ടാണ് അഗസ്ത്യ തടാകത്തിന്റെ തീരത്ത് ശാന്തമായി നിലകൊള്ളുന്ന ഭൂതനാഥ ക്ഷേത്രം. ചുവന്ന മണൽക്കല്ലുകളിൽ തീർത്ത ഈ പുരാതന ശൈവക്ഷേത്രം പ്രകൃതിയും ശില്പശൈലിയും ചേർന്ന ഒരു അതുല്യ ദൃശ്യാനുഭവമാണ്. ബാദാമിയിലേക്ക് യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ ഭൂപ്രകൃതിയും ചരിത്രവും ഒരുമിച്ച് ചേരുന്ന ഈ ക്ഷേത്രം തീർച്ചയായും നിങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ട സ്ഥലമാണ്. ക്ഷേത്രത്തിൽ ശിവനെ ഭൂതനാഥൻ എന്ന രൂപത്തിൽ ആരാധിക്കുന്നു. ഭൂതങ്ങളുടെ നാഥൻ എന്ന അർത്ഥമുള്ള ഈ നാമം ശൈവമതത്തിലെ ആഴമുള്ള ആത്മീയതയെ സൂചിപ്പിക്കുന്നതാണ്. നമ്മൾ വീഡിയോകളിലും അല്ലെങ്കിൽ ഫോട്ടോകളിലും കാണുന്ന ബാദാമി ശരിക്കും ഇതാണ്. ഇവിടുത്തെ സൺസെറ്റ് കാണാനാണ് ഞാൻ വൈകുന്നേരം ഇങ്ങോട്ട് വന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സൺസെറ്റ് അത്രയ്ക്ക് മനോഹരമാണ്. ഈ ഒരു കാഴ്ച കാണാതെ മടങ്ങിയാൽ ശരിക്കും നമുക്ക് നഷ്ടം തന്നെയാണ്. 6 മണിക്കാണ് ഈ ടെമ്പിൾ ക്ലോസ് ചെയ്യുന്നത്. അതുവരെ ഈ തടാകത്തിന്റെ പടവിലിരുന്നാൽ ഭൂതനാഥ ടെമ്പിൾ നല്ല ഗോൾഡൻ കളറിൽ കാണാൻ പറ്റും. ഫോട്ടോഗ്രാഫിക്കും വീഡിയോഗ്രാഫിക്കും പറ്റിയ ടൈം കൂടിയാണ് ഇവിടുത്തെ സൺസെറ്റ്. അപ്പോൾ ഇത്രയാണ് ബാദാമിയിലെ വിശേഷങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ.